തെക്കൻ ലബനനിലെ അതിർത്തി മേഖലകളിൽ ഇസ്രയേൽ സൈന്യവും ഹിസ്ബുള്ളയും തമ്മിലുള്ള പോരാട്ടം വീണ്ടും ആപൽക്കരമായ തരത്തിലേക്ക് വളരുകയാണ്. ലബനീസ് ഔദ്യോഗിക വാർത്താ ഏജൻസിയായ എൻഐഎ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം തെക്കൻ ലബനിലെ കഫർക്കലയ്ക്ക് സമീപമുള്ള ടെല്ലൽ നഹാസിൽ വെച്ച് ഇസ്രയേൽ സൈനിക വാഹനങ്ങൾക്കും സൈനികർക്കും നേരെ ഹിസ്ബുള്ള അതിശക്തമായ മിസൈൽ ആക്രമണം നടത്തി. അത്യാധുനിക ഗൈഡഡ് മിസൈൽ ഉപയോഗിച്ച് നടത്തിയ ഈ ആക്രമണത്തിൽ ഇസ്രയേൽ വാഹനങ്ങൾക്ക് നേരിട്ട് ആഘാതമേറ്റതായാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത്. ഈ സംഭവത്തിനു പിന്നാലെ അതിർത്തിയുടെ ഇരുവശങ്ങളിലും സംഘർഷം കടുത്തിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ മിസൈൽ സാങ്കേതികവിദ്യ ഇസ്രയേലിന്റെ കവചിത വാഹനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കൃത്യമായ ലക്ഷ്യസ്ഥാനം കണ്ടെത്തി പ്രഹരിക്കാൻ ശേഷിയുള്ള ഇത്തരം മിസൈലുകൾ സൈനികർക്കിടയിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്തുന്നു. കഫർക്കലയിലെ പോരാട്ടം വരും ദിവസങ്ങളിൽ കൂടുതൽ രൂക്ഷമാകുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. അതേസമയം പടിഞ്ഞാറൻ ഗലീലി മേഖലയിൽ ശത്രുരാജ്യത്തിന്റെ ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ഇസ്രയേൽ പ്രതിരോധ സേന അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഡ്രോൺ സാന്നിധ്യം സൂചിപ്പിക്കുന്ന സൈറനുകൾ മുഴങ്ങിയതോടെ ജനങ്ങൾ പരിഭ്രാന്തരായി. എന്നാൽ അല്പസമയത്തിനകം ഈ ഡ്രോണുകളുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതായും അതെവിടെയാണ് വീണതെന്നോ എവിടെയാണെന്നോ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും IDF വക്താക്കൾ അറിയിച്ചു. ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നിരന്തരം പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറഞ്ഞ ഉയരത്തിൽ പറക്കുന്ന ഇത്തരം കൊച്ചു വിമാനങ്ങൾ പലപ്പോഴും റഡാറുകളുടെ കണ്ണുവെട്ടിക്കാൻ പ്രാപ്തിയുള്ളവയാണ്. ഇവ തകർക്കുന്നതിനോ കണ്ടെത്തുന്നതിനോ ഉള്ള ശ്രമങ്ങൾക്കിടയിലാണ് ബന്ധം നഷ്ടപ്പെടുന്നത് എന്നത് സൈനികർക്ക് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഏത് നിമിഷവും എവിടെ നിന്നും ആക്രമണം പ്രതീക്ഷിക്കാവുന്ന അവസ്ഥയാണിപ്പോൾ. ലബനന്റെ ഉൾപ്രദേശങ്ങളിൽ ഇസ്രായേൽ സൈന്യം നടത്തുന്ന പരിശോധനകൾക്കിടയിൽ ഞെട്ടിക്കുന്ന ചില കണ്ടെത്തലുകൾ ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. തെക്കൻ ലബനിലെ ഒരു വീട്ടിൽ നടത്തിയ റെയ്ഡിൽ കുട്ടികളുടെ മുറിക്കുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ മാരകമായ ആയുധശേഖരം കണ്ടെത്തിയതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. ഗ്രനേഡുകളും തോക്കുകളും സ്ഫോടക വസ്തുക്കളും കളിപ്പാട്ടങ്ങൾക്കിടയിലാണ് സൂക്ഷിച്ചിരുന്നത് എന്നാണ് ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ പറയുന്നത്. ജനവാസ കേന്ദ്രങ്ങളെയും സാധാരണ വീടുകളെയും ഹിസ്ബുള്ള തങ്ങളുടെ സൈനിക താവളങ്ങളാക്കി മാറ്റുന്നു എന്ന ആരോപണമാണ് ഇസ്രായേൽ ഇതിലൂടെ ഉന്നയിക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണിതെന്ന് ഇസ്രായേൽ വാദിക്കുമ്പോൾ തങ്ങളുടെ നാട്ടിൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശത്തെ പ്രതിരോധിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്യുന്നതെന്നാണ് ഹിസ്ബുള്ളയുടെ നിലപാട്. കുട്ടികളെ പോലും കവചമാക്കി മാറ്റുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ആഗോളതലത്തിൽ ചർച്ചയായിട്ടുണ്ട്. മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ അലേർട്ടുകളും റെയ്ഡുകളും ഒരേ സമയം വർദ്ധിക്കുന്നത് വടക്കൻ അതിർത്തിയിൽ ഒരു വലിയ യുദ്ധത്തിന്റെ സാധ്യതകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഹിസ്ബുള്ളയും ഇസ്രായേലും തങ്ങളുടെ സൈനിക വിന്യാസം അതിർത്തിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ മിന്നലാക്രമണങ്ങൾ മേഖലയിലെ സമാധാന ചർച്ചകളെ പൂർണ്ണമായും ബാധിച്ചു. ഇസ്രായേലിന്റെ വടക്കൻ നഗരങ്ങളിൽ നിന്ന് 10,000-കണക്കിന് ആളുകൾ ഇതിനകം തന്നെ പലായനം ചെയ്തിട്ടുണ്ട്. വിദ്യാലയങ്ങളും ഓഫീസുകളും അടഞ്ഞു കിടക്കുന്ന ഈ മേഖലയിൽ യുദ്ധത്തിന്റെ നിഴൽ കടുത്തിരിക്കുകയാണ്. സ്വന്തം മണ്ണിലേക്ക് മടങ്ങാൻ കഴിയാത്ത ജനങ്ങളുടെ പ്രതിഷേധം നെതന്യാഹു സർക്കാരിന് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഹിസ്ബുള്ളയെ അതിർത്തിയിൽ നിന്ന് തുരത്താതെ സമാധാനം പുലരില്ലെന്നാണ് ഇസ്രായേലിന്റെ പക്ഷം. ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് കടുത്ത പ്രതിരോധമാണ് നേരിടുന്നത്. ലബനൻ അതിർത്തി കടന്നുള്ള ഇസ്രായേൽ സൈന്യത്തിന്റെ ഓരോ നീക്കത്തെയും മിസൈലുകൾ കൊണ്ടും ഡ്രോണുകൾ കൊണ്ടും നേരിടാൻ അവർ സജ്ജമാണ്. ഹിസ്ബുള്ളയുടെ രഹസ്യ താവളങ്ങളും തുരങ്കങ്ങളും തകർക്കുക എന്നത് ഇസ്രായേൽ സൈന്യത്തിന് വലിയ വെല്ലുവിളിയാണ്. ഓരോ ദിവസവും പുതിയ രീതിയിലുള്ള ആക്രമണ തന്ത്രങ്ങളാണ് ഹിസ്ബുള്ള പയറ്റുന്നത്. ലബനിലെ സാധാരണക്കാരുടെ അവസ്ഥ അതീവ ദയനീയമാണ്. ഇസ്രായേൽ വിമാനങ്ങൾ നിരന്തരം ബോംബുകൾ വർഷിക്കുന്നതോടെ ഗ്രാമങ്ങൾ തകരുകയും ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. ഹിസ്ബുള്ളയുടെ സാന്നിധ്യമുണ്ടെന്ന കാരണത്താൽ വീടുകൾ തകർക്കപ്പെടുന്നത് തടയാൻ ആർക്കും കഴിയുന്നില്ല. ലക്ഷക്കണക്കിന് ആളുകൾ ലബനനിൽ അഭയാർത്ഥികളായി മാറിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വലിയ ഫലമൊന്നും കാണുന്നില്ല. അമേരിക്കയും ഫ്രാൻസും വെടിനിർത്തലിനായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ആക്രമണങ്ങൾ തുടരുന്നതിനെ ഐക്യരാഷ്ട്രസഭ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. എങ്കിലും ഗ്രൗണ്ട് ലെവലിൽ യുദ്ധം മുറയ്ക്ക് നടക്കുകയാണ്. ഇറാൻ ഹിസ്ബുള്ളയ്ക്ക് നൽകുന്ന പിന്തുണയാണ് അവരുടെ കരുത്തിന് പിന്നിലെ രഹസ്യം. അത്യാധുനിക ഡ്രോണുകളും മിസൈലുകളും ഇറാനിൽ നിന്ന് ഹിസ്ബുള്ളയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ സുരക്ഷാ ഭീഷണിയാണ്.
ഇറാനെ നിയന്ത്രിക്കാതെ ഹിസ്ബുള്ളയെ പരാജയപ്പെടുത്താൻ കഴിയില്ലെന്ന നിഗമനത്തിലാണ് ഇസ്രയേൽ സൈനിക നേതൃത്വം. തെക്കൻ ലബനനിലെ ഭൂപ്രകൃതിയും ഹിസ്ബുള്ളയ്ക്ക് അനുകൂലമാണ്. മലനിരകളും കൊച്ചു ഗ്രാമങ്ങളും നിറഞ്ഞ ഈ പ്രദേശം ഇസ്രയേൽ സൈന്യത്തിന്റെ സ്വതന്ത്രമായ നീക്കത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ഒളിഞ്ഞിരുന്നും പതുങ്ങി നിന്നും ആക്രമിക്കുന്ന ഹിസ്ബുള്ളയുടെ ഗറില്ല യുദ്ധമുറ ഇസ്രയേൽ സൈനികർക്ക് വലിയ ആത്മവിശ്വാസക്കുറവ് ഉണ്ടാക്കുന്നു. ഇതിനെ മറികടക്കാൻ ഇസ്രയേൽ വായുസേനയെയാണ് അവർ കൂടുതൽ ആശ്രയിക്കുന്നത്. വടക്കൻ ഫ്രണ്ടിൽ സംഭവിക്കുന്ന ഓരോ ചലനവും ലോകം ഉറ്റുനോക്കുകയാണ്. ഇറാന്റെയും അമേരിക്കയുടെയും നീക്കങ്ങൾ ഈ യുദ്ധത്തിന്റെ വിധി നിർണ്ണയിക്കും. അമേരിക്കയുടെ സൈനിക സഹായം ഇസ്രയേലിന് കരുത്തു പകരുമ്പോൾ റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാന്റെ ഭാഗത്ത് നിൽക്കുന്നത് ആഗോള രാഷ്ട്രീയത്തിലെ ഭിന്നതകൾ വ്യക്തമാക്കുന്നു. തെക്കൻ ലബനനിലെ ഓരോ ഗ്രാമത്തിലും ഇപ്പോൾ സ്ഫോടന ശബ്ദങ്ങളാണ് കേൾക്കുന്നത്. കഫർകെലയിലെ തെരുവുകൾ വിജനമാണ്. ആയുധങ്ങൾ പിടിച്ചെടുത്തുവെന്ന് പറയുന്ന വീടുകൾ ഇപ്പോൾ തകർന്നു കിടക്കുകയാണ്. യുദ്ധത്തിന്റെ യഥാർത്ഥ ഇരകൾ എന്നും സാധാരണക്കാരാണെന്ന സത്യം ഇവിടെയും ആവർത്തിക്കപ്പെടുകയാണ്. ഹിസ്ബുള്ളയുടെയും IDFന്റെയും വക്താക്കൾ നൽകുന്ന വാർത്തകൾ പരസ്പര വിരുദ്ധമാണ്. ആയുധങ്ങൾ കണ്ടെത്തിയെന്ന് ഇസ്രായേൽ പറയുമ്പോൾ അതൊരു സാധാരണ വീടായിരുന്നുവെന്ന് ഹിസ്ബുള്ള പറയുന്നു. വാർത്തായുദ്ധം സൈനിക യുദ്ധത്തെക്കാൾ ശക്തമായി ഇവിടെ നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നവയാണ്. ടെൽ അൽ നഹാസിലെ ആക്രമണവും പടിഞ്ഞാറൻ ഗലീലിലെ സൈറണുകളും സൂചിപ്പിക്കുന്നത് ഒരു സമാധാന ഉടമ്പടിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ്. ആയുധങ്ങൾ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത് ഇസ്രയേലിന് പുതിയ സൈനിക നടപടികൾക്കുള്ള ന്യായീകരണമായി മാറും. വടക്കൻ മേഖലയിലെ സംഘർഷം ഇനിയും രക്തരൂഷിതമാകാൻ പോവുകയാണ്. പശ്ചിമേഷ്യയുടെ ആകാശം മിസൈലുകളും ഡ്രോണുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സമാധാനത്തിന്റെ ഒരു പുലരി അരികിലെങ്ങും കാണാനില്ല. വരും ദിവസങ്ങളിൽ കൂടുതൽ ഭയാനകമായ വാർത്തകൾ അതിർത്തിയിൽ നിന്ന് പ്രതീക്ഷിക്കാം. ജനങ്ങൾ പ്രാർത്ഥനയോടെയും ഭീതിയോടെയുമാണ് ഓരോ നിമിഷവും അവിടെ കഴിച്ചുകൂട്ടുന്നത്. ഗലീലി മേഖലയിലെ ഡ്രോൺ അലേർട്ടുകൾ ഇസ്രയേൽ സൈന്യത്തിന്റെ സാങ്കേതിക കുറവുകളെയാണ് സൂചിപ്പിക്കുന്നത്. അത്യാധുനിക അയൺ ഡോം പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ഡ്രോണുകളെ പൂർണ്ണമായും തടയാൻ അവർക്ക് കഴിയുന്നില്ല. കഴിഞ്ഞ മാസങ്ങളിൽ മാത്രം നിരവധി ഡ്രോൺ ആക്രമണങ്ങൾ ഇസ്രയേൽ സൈനിക കേന്ദ്രങ്ങളിൽ നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടുണ്ട്. കുട്ടികളുടെ മുറിയിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെത്തിയ വാർത്ത ഇസ്രയേൽ ഒരു വലിയ പ്രചരണായുധമാക്കി മാറ്റിയിരിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ ക്രൂരത ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടാനാണ് ഇവർ ഇതിലൂടെ ശ്രമിക്കുന്നത്. എന്നാൽ ഈ കണ്ടെത്തലുകൾ പലപ്പോഴും കെട്ടിച്ചമച്ചതാണെന്ന ആരോപണവും ഹിസ്ബുള്ള ഉന്നയിക്കുന്നു. യുദ്ധകളത്തിലെ സത്യം പലപ്പോഴും പുകമറയ്ക്കുള്ളിൽ മറയുകയാണ്. കഫർകെലയിലെ മിസൈൽ ആക്രമണം ഇസ്രയേലിന്റെ 7ാം ആംഡ് ബ്രിഗേഡിയറിനെയാണ് ലക്ഷ്യമിട്ടതെന്നാണ് സൂചനകൾ. ആധുനികമായ പ്രതിരോധ കവചങ്ങളുള്ള ടാങ്കുകളെ പോലും തകർക്കാൻ ഹിസ്ബുള്ളയുടെ ഗൈഡഡ് മിസൈലുകൾക്ക് ശേഷിയുണ്ട്. ഇത് ഇസ്രയേൽ സൈന്യത്തിന്റെ മനോവീര്യം തകർക്കാൻ സഹായിക്കുമെന്ന് ഹിസ്ബുള്ള കരുതുന്നു. ഓരോ ആക്രമണത്തിനും തൊട്ടു പിന്നാലെ ഇസ്രയേൽ ലബനനിൽ കനത്ത പ്രത്യാക്രമണം നടത്തുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ കമാൻഡർമാരെയും ആയുധപ്പുരകളെയും ലക്ഷ്യം വെച്ചാണ് ഇസ്രയേൽ മിസൈലുകൾ പായുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വ്യോമാക്രമണങ്ങളിൽ നിരവധി ഹിസ്ബുള്ള അംഗങ്ങൾ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ അവകാശപ്പെടുന്നു. എന്നാൽ ഇത് സാധാരണ ജനങ്ങൾക്കെതിരെയുള്ള ആക്രമണമാണെന്നാണ് ലബനീസ് മാധ്യമങ്ങൾ പറയുന്നത്. മേഖലയിലെ സംഘർഷം ഇനിയും വ്യാപിക്കാൻ സാധ്യതയുണ്ട്. സിറിയയിലും യമനിലുമുള്ള ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾ ഇസ്രയേലിനെതിരെ രംഗത്ത് വരുന്നത് സ്ഥിതി കൂടുതൽ വഷളാക്കും. ലബനൻ അതിർത്തിയിലെ പോരാട്ടം ഒരു പ്രാദേശിക യുദ്ധമായി മാറുമോ എന്ന ഭീതിയിലാണ് ലോകം. ഇസ്രയേൽ സൈന്യത്തിന്റെ രക്ഷാദൗത്യങ്ങളെയും ഹിസ്ബുള്ള ലക്ഷ്യമിടുന്നുണ്ട്. പരിക്കേറ്റ സൈനികരെ മാറ്റാനെത്തുന്ന ഹെലികോപ്റ്ററുകൾക്ക് നേരെയും ഡ്രോൺ ആക്രമണങ്ങൾ നടക്കുന്നു. ഇത് രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും സൈനികർക്കിടയിൽ ഭീതി പടർത്തുകയും ചെയ്യുന്നു. യുദ്ധത്തിലെ മാന്യതയേക്കാൾ വിജയത്തിനാണ് ഇരുപക്ഷവും മുൻഗണന നൽകുന്നത്. ലബനനിലെ സാമ്പത്തിക സ്ഥിതിയും വളരെ മോശമാണ്. വർഷങ്ങളായി തുടരുന്ന രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന് പുറമെയാണ് ഈ യുദ്ധം കൂടി വരുന്നത്. രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കപ്പെടുന്നത് ജനങ്ങളെ പട്ടിണിയിലേക്കും ദുരിതത്തിലേക്കും തള്ളിവിടുന്നു. സമാധാനത്തിനായുള്ള ജനങ്ങളുടെ മുറവിളി അധികാരത്തിന്റെ ബഹളങ്ങൾക്കിടയിൽ കേൾക്കാതെ പോകുന്നു. ഇസ്രയേലിലെ ജനങ്ങൾക്കിടയിലും യുദ്ധത്തിനെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട്. തങ്ങളുടെ സൈനികർ അനാവശ്യമായി ലബനനിൽ കൊല്ലപ്പെടുന്നുവെന്ന് ഒരു വിഭാഗം കരുതുന്നു. സമാധാനപരമായ ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം.
എന്നാൽ ഇസ്രയേൽ ഭരണകൂടം സൈനിക നടപടിയിൽ നിന്ന് പിന്നോട്ടു പോകാൻ തയ്യാറല്ല.